പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന ഡിസിഷൻസ് ഒരിക്കലും നിങ്ങളുടേതല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഒരു എക്സാമ്പിളും ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ഇതിൽ പിന്നിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എ എന്നുള്ള റെസ്റ്റോറന്റ് എടുക്കാം, ബി എന്നുള്ള റെസ്റ്റോറന്റ് എടുക്കാം. എ എന്നുള്ള റെസ്റ്റോറന്റിലാണെങ്കിൽ ഡെയിലി ബേസ് അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് ബേസും കാര്യങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. എന്നാൽ ബി എന്ന റെസ്റ്റോറന്റിലാവട്ടെ വലിയ രീതിയിൽ ക്രൗഡ് ബേസും കാര്യങ്ങളൊന്നും വന്നു പോകുന്നില്ല. സോ നിങ്ങൾക്ക് ഈ രണ്ട് റെസ്റ്റോറന്റിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള നോളജും ഇല്ല. സോ നിങ്ങൾക്ക് ഒരു ഫുഡ് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ രണ്ട് റെസ്റ്റോറന്റിൽ നിന്ന് നിങ്ങൾ ഏതേക്കാളും ചൂസ് ചെയ്യുക? സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാരും ഈ എ എന്നുള്ള റെസ്റ്റോറന്റ് തന്നെയായിരിക്കും. കാരണം എന്താ, ആ റെസ്റ്റോറന്റിലാണെങ്കിൽ ഡെയിലി ബേസ് അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് ബേസും കാര്യങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. അവിടെ അപ്പോ നല്ല രീതിയിൽ ഫേമസ് ആണ്, അവിടെ നല്ല രീതിയിൽ ഫുഡ് ആൻഡ് സർവീസ് സെർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും നല്ല രീതി ഉണ്ടാവും. സോ നമ്മൾ അത് ചൂസ് ചെയ്യും. ഇത്തരത്തിൽ ഡയറ്റയുടെ നമ്മളുടെ ലൈഫിൽ വളരെയധികം സംഭവങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. സോ ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറയും. അതായത് മറ്റുള്ളവർ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കാതെ നമ്മളും അത് ചെയ്യുന്ന ആ ഒരു പ്രവണതക്ക് പറയുന്നതാണ് ഈ ബാൻഡ് വാഗൺ എഫക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് മാർക്കറ്റിംഗ് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ നിങ്ങളുടെ മാർക്കറ്റിംഗിൽ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഈ കണ്ടന്റ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ഇതുപോലത്തെ നല്ല ക്വാളിറ്റി മാർക്കറ്റിംഗ് റിലേറ്റഡ് കോണ്ടന്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറന്നേക്കില്ലേ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. ബൈ.